ഹായ്, എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഏറ്റവും പുതിയ ഹ്യുണ്ടായി i20 നൈറ്റ് എഡിഷൻ വേരിയന്റ് ആണ്. നൈറ്റ് എഡിഷനിലെ ടോപ്പ് എൻഡ് വേരിയന്റ് ആസ്ത ഓപ്ഷണൽ IVT വേരിയന്റ് ആണ്. അപ്പോൾ ഈ i20 നൈറ്റ് എഡിഷനിലേക്ക് വന്നപ്പോൾ നോർമൽ i20 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തെല്ലാം മാറ്റങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, പുതിയ i20യുടെ അപ്ഡേറ്റഡ് ഓൺ ബോർഡ് പ്രൈസ് എത്രയാണ്, ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ i20 നൈറ്റ് എഡിഷൻ നമുക്ക് രണ്ട് വേരിയന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. മാനുവൽ വേണ്ടവർക്ക് സ്പോർട്ട് ഓപ്ഷണൽ വേരിയന്റിലും ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് ആസ്ത ഓപ്ഷണൽ വേരിയന്റിലുമാണ് വരുന്നത്. ഇത് ആസ്ത ഓപ്ഷൻ IVT എന്ന് പറയുന്ന ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. നോർമൽ i20 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പ്രൈസിൽ ചെറിയൊരു ഡിഫറൻസേ വന്നിട്ടുള്ളൂ. പക്ഷേ ലുക്ക് നല്ല രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട്. ഈ ബ്ലാക്ക് കളർ നല്ല റോഡ് പ്രസൻസ് തരുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോർട്ടി ലുക്കിംഗ് കാറായിട്ട് ഇപ്പോൾ പുതിയ i20 മാറിയിട്ടുണ്ട്. ഈ സെഗ്മെന്റിലെ തന്നെ ഇപ്പോൾ ആയിട്ടുള്ള സ്പോർട്ടിയസ്റ്റ് കാർ നമുക്ക് ഈ പുതിയ i20യുടെ നൈറ്റ് എഡിഷൻ ആണെന്ന് പറയാം. എനിക്കൊരു പ്രശ്നമായിട്ട് തോന്നിയത്, ഒരു മാനുവൽ വേരിയന്റ് ടോപ്പ് എൻഡ് നൈറ്റ് എഡിഷൻ വേണം എന്ന ഓപ്ഷൻ ഉള്ളവർക്ക് എന്തുകൊണ്ടോ കമ്പനി അത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ഈ വേരിയന്റിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കുന്ന വാഹനം ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. സാധാരണ നൈറ്റ് എഡിഷനിൽ ഒരു റെഡ് ഇൻസെർട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇത് അതൊന്നും കൊടുത്തിട്ടില്ല, ഫുൾ ബ്ലാക്ക് ആണ് ഫ്രണ്ട് വശം. ഇപ്പൊ നമ്മുടെ ലോഗോ തന്നെ നോർമൽ i20 ഒരു സിൽവർ ഫിനിഷിലാണെങ്കിൽ ഇത് ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫ്രണ്ടിലെ ഗ്രില്ല് കാര്യങ്ങളെല്ലാം നമുക്ക് ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. അതിനോട് ചേർന്ന് നമുക്ക് LED ഹെഡ്ലൈറ്റ് കാണാം. ഹൈ ബീമും ലോ ബീമും അതിനകത്ത് വരുന്ന രീതിയിൽ 3 സ്ലോട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പിൽ നമുക്കൊരു LED DRL കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഇൻഡിക്കേറ്റേഴ്സ് ഹാലജൻ ആയിട്ടാണ് വരുന്നത്. വേറെ ഫോഗ്ലൈറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഇവിടെ എല്ലാം നമുക്കൊരു എയർ ഇൻസ്കോപ്പ് എന്നുള്ള രീതിയിൽ ഒരു ഇൻസൈറ്റ്സ് കൊടുത്തിരിക്കുന്നു. താഴത്തെ ഈ ഒരു ബമ്പറിന്റെ പോർഷൻ നമുക്ക് ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറിയിട്ടുണ്ട്. നോർമൽ i20 അതൊരു സിൽവർ ഫിനിഷിലാണ് വരുന്നത്. 170 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇപ്പോൾ ഈ ഒരു പോർഷൻസിലൊക്കെ ഒരു റെഡ് ലൈനൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി സ്പോർട്ടി ലുക്കായിട്ട് ഈ വാഹനം മാറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ i20 ആയിട്ട് വരുന്ന മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് അലോയ്സിൽ വന്ന മാറ്റമാണ്. അലോയ്സ് നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിൽ കൊടുത്തിരിക്കുന്നു. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഡിസൈനിലാണ് വരുന്നത്. അതിനകത്ത് കാലിപ്പേഴ്സ് റെഡ് ഇൻസൈറ്റ് കാണാം. ഹ്യുണ്ടായുടെ ലോഗോ മാത്രം ആ സിൽവർ ഫിനിഷിൽ വരുന്നുണ്ട്. ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിലെ ഡ്രം ബ്രേക്കുകളുമാണ്. ടയർ സൈസ് നോക്കുകയാണെങ്കിൽ 195, 55 R16 ആണ് ടയർ സൈസ് വരുന്നത്. ഇവിടെ ഓട്ടോ എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കാണാം. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് ഇൻസൈറ്റ് ചെയ്തിട്ടുണ്ട്. 360 ക്യാമറയൊന്നും i20 ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതാണ് വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. ഫുൾ ബ്ലാക്ക് തന്നെയാണ്. താഴെ നമുക്ക് ഒരു സ്കിറ്റ് പ്ലേറ്റ് കാണാം. അതിന്റെ എൻഡിൽ i20 എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഡോർ ഹാൻഡിൽസിൽ നമുക്ക് റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. പ്ലെയിൻ ഗ്ലാസുകളാണ്. ഈ ഗ്ലാസുകളും കൂടി ബ്ലാക്ക് ആക്കുകയാണെങ്കിൽ നെക്സ്റ്റ് ലെവൽ ലുക്കിലേക്ക് മാറും. ടോപ്പിൽ നമുക്ക് സൺറൂഫ് കാണാം. ബാക്കിൽ ഷാർഫിൻ ആന്റിന കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു i20 എൻലൈൻ്റെ ഒക്കെ ഒരു ലുക്കിലേക്ക് വാഹനം ഇപ്പോൾ മാറിയിട്ടുണ്ട്. ബാക്കിലെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമുക്കൊരു സ്പോയിലർ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെറിയൊരു സ്പോയിലറാണ്. അതിനകത്ത് ഹൈ മൗണ്ടഡ് ഷോക്ക് ലാമ്പ് കാണാം. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോടുള്ള ഗ്ലാസുകളാണ്. ബാക്കില് ഈ ലോഗോ നമുക്ക് ബ്ലാക്ക് ആൻഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷൻ ഒരു സിൽവർ ഫിനിഷ് ആണ് വന്നിരുന്നത്. അതൊരു ബ്രഷ്ഡ് സിൽവർ അല്ലെങ്കിൽ ബ്രഷ്ഡ് സിൽവർ ലുക്കിലേക്ക് അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ LED ടെയിൽ ലൈറ്റ് ആണ്. ഇത് സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. ഇൻഡിക്കേറ്റേഴ്സ് റിവേഴ്സ് ലൈറ്റ് അത് ഹാലജൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ റെഡ് റിഫ്ലക്ടേഴ്സ് കാണാം. ബാക്കിൽ ആ സ്കിറ്റ് പ്ലേറ്റിന്റെ പോർഷനിൽ നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ കാണാനായിട്ട് പറ്റും. i20 എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. നൈറ്റ് എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് നമുക്ക് കൂടെ കാണാനായിട്ട് പറ്റും. അപ്പൊ നോർമൽ i20 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ലോഗോ ബ്ലാക്ക് ആയിട്ടുണ്ട്. നൈറ്റ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് വന്നു. ബാക്കിലെ ആ സ്കിറ്റ് പ്ലേറ്റും കൂടി റെഡ് ആയിട്ട് ബ്ലാക്കിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഒരു റെഡ് ലൈൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഭംഗിയാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പാഴ്സൽ ട്രേ ഈ വേരിയന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിലേക്ക് ഒരു ബൂട്ട് ലൈറ്റ് കാണാനായിട്ട് പറ്റും. സ്പെയർ വീല് നോക്കുകയാണെങ്കിൽ ബേസ് വേരിയന്റിൽ വരുന്ന വീലുകളാണ്. 185, 65 R15 അതാണ് സ്പെയർ വീല് കൊടുത്തിരിക്കുന്നത്. സീറ്റ് നമുക്ക് ബെഞ്ച് ഫോൾഡിംഗ് ആണ് ഈ ടോപ്പ് എൻഡിലും കൊടുത്തിരിക്കുന്നത്. 60-40 സ്പ്ലിറ്റ് സീറ്റിന്റെ ഓപ്ഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല. 2 പേർക്കുള്ള അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് കൊടുത്തിരിക്കുന്നു. വേറെ എടുത്തു പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. ബാക്കില് ബോസിന്റെ ഒരു സബ് ബൂഫർ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. സബ് ബൂഫറിന്റെ ഒരു സ്പീക്കർ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബൂട്ട് സ്പേസ് നോക്കുകയാണെങ്കിൽ 311 ലിറ്റർ ആണ് ബൂട്ടിന്റെ കപ്പാസിറ്റി വരുന്നത്. ഇനി നമുക്ക് അകത്തു നിന്നുള്ള മാറ്റങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റിക്വസ്റ്റ് സെൻസർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്കിലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ആ ഫുൾ ബ്ലാക്ക് ഫിനിഷ് കാണാം. ഇവിടെ ഒരു വൈറ്റ് ലൈൻ ആണ് അഡീഷണലി വന്നിരിക്കുന്നത്. 4 ഡോർ പവർ വിൻഡോന്റെ കൺട്രോൾ, ഡ്രൈവർ സൈഡിലെ വിൻഡോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ ഓപ്ഷൻ, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാം, സ്പീക്കേഴ്സ് കാണാം. അതിനകത്ത് ബോസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. അകത്തെ ഡോർ ഹാൻഡിൽസ് ആ സിൽവർ ഫിനിഷിലേക്ക് വന്നിട്ടുണ്ട്. റൂട്ടേഴ്സ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സീറ്റ് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് സീറ്റുകളാണ് ഈ ടോപ്പ് എൻഡിൽ കൊടുത്തിരിക്കുന്നത്. ലെതർ സീറ്റ് കാര്യങ്ങളൊന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇവിടെ നമുക്ക് ട്രാക്ഷൻ കൺട്രോളിന്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഡ്രൈവ് മോഡുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്.
നമ്മുടെ റിവേഴ്സ് ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനുള്ള വ്യൂ ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ഓപ്ഷൻ ആണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ട് ഇവിടെ കോർണറിലായിട്ട് വരുന്നുണ്ട്. AC വെന്റ്സിനെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. നോർമൽ i20 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നൈറ്റ് എഡിഷനിൽ വന്നിരിക്കുന്ന ഡിഫറൻസ് നമ്മുടെ ഡാഷ് ബോർഡും അണ്ടർ പോർഷനും ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇപ്പോഴും ടോപ്പ് പോർഷൻസ് ആ ഒരു ഓഫ് വൈറ്റ് കളറിൽ തന്നെയാണ് ഹ്യുണ്ടായി നിലനിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇന്റീരിയർ അത്യാവശ്യം റൂമി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീല് നമുക്ക് ആ ഒരു ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് കൊണ്ടുവരുന്നത്. നോർമൽ i20 സിൽവർ ടച്ച് ആണ് വന്നിരുന്നെങ്കിൽ അതിനകത്തൊരു ഡാർക്ക് ബ്ലാക്ക് ഫിനിഷിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വലതുവശം ക്രൂസ് കൺട്രോളിന്റെ ഓപ്ഷൻ, ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വരുന്നു. അത് ഒരു ബ്ലാക്ക് ഫിനിഷിൽ തന്നെ ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഇത് ഓട്ടോമാറ്റിക് വേരിയന്റ് ആണ്, എന്നാലും പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. ഇടതുവശത്ത് വൈപ്പറിന്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിന്റെ കൺട്രോൾസും കാണാം. നമുക്ക് ഓട്ടോ ഹെഡ്ലൈറ്റ്, ഓട്ടോ വൈപ്പർ ഉള്ള ഫീച്ചേഴ്സ് ഈ വേരിയന്റിൽ ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നാൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ ആയിട്ടുള്ള ക്ലസ്റ്റർ യൂണിറ്റ് ആണ് വരുന്നത്. അതിനകത്ത് സ്പീഡോമീറ്ററും RPM മീറ്ററും ഒരു ലൈറ്റ് ഇൻഡിക്കേഷനോട് കൊടുത്തിരിക്കുന്നു. അതിന്റെ നടുക്കായിട്ട് നമുക്ക് ഒരു ഡ്രൈവർ ഇൻഫർമേഷൻ ഡിസ്പ്ലേ കാണാം. അതിനകത്ത് അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും വരുന്നുണ്ട്. TPMS, ആവറേജ് ഫ്യൂൽ, ഡിസ്റ്റൻസ് ടു, അങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഡ്രൈവ് മോഡുകൾ മാറ്റുന്നതനുസരിച്ച് സ്പോർട്ട്, നോർമൽ, അങ്ങനെ 2 ഡ്രൈവ് മോഡുകളാണല്ലോ. അത് സെലക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ചേഞ്ച് ആവുന്നത് കാണാം. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു 10.25 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെന്റ് സ്ക്രീനാണ് വരുന്നത്. 100 ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് ഇതിനകത്ത് കണക്ട് ചെയ്യുന്നത്. നല്ല ടച്ച് റെസ്പോൺസ് ഉള്ള ഒരു സ്ക്രീനാണ്. ഹ്യുണ്ടായുടെ ഒരുവിധം നമ്മുടെ ക്രെറ്റയിലൊക്കെ ഇതിന് മുമ്പ് വന്നിട്ടുണ്ടിരുന്ന സെയിം സ്ക്രീൻ തന്നെയാണ്. നാവിഗേഷൻ, മാപ്പ്, ഫോൺ കണക്ട് ചെയ്യാൻ, അങ്ങനെ എല്ലാ ഫീച്ചറോടും കൂടിയ ഒരു സ്ക്രീൻ തന്നെയാണ് വരുന്നത്. ഇതിനകത്ത് ക്യാമറ നമുക്ക് ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനുള്ള വ്യൂ ബട്ടൺ വരുന്നുണ്ട്. അതിനകത്ത് പാർക്കിംഗ് സെൻസേഴ്സും ഫംഗ്ഷൻ ചെയ്യുന്നത്. ഇതിലും നമുക്ക് സെൻട്രൽ കൺസോളിൽ പാർക്കിംഗ് സെൻസേഴ്സ് ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാം. അത് വാഹനം റിവേഴ്സിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പാർക്കിംഗ് സെൻസേഴ്സ് രണ്ടിലും ഫംഗ്ഷൻ ചെയ്യുന്നത് കാണാനായിട്ട് പറ്റും. ക്യാമറയിൽ നമുക്ക് ഫുൾ സ്ക്രീനിൽ കാണാനായിട്ടുള്ള ഒരു ഓപ്ഷൻ, താഴെ കാണാനുള്ള ഓപ്ഷൻ എല്ലാം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നല്ല ക്ലാരിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണ്. 4 സ്പീക്കർ, 4 ട്യൂട്ടേഴ്സ്, ഒരു സബ് വൂഫർ, കാര്യങ്ങളെല്ലാം വരുന്ന നല്ല ഹെവി ക്ലാരിറ്റിയുള്ള മ്യൂസിക് സിസ്റ്റമാണ്. അത് ബോസിന്റെ സ്പീക്കേഴ്സാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് AC വെന്റ്സിനകത്തെല്ലാം ഒരു സിൽവർ ടച്ച് കാണാനായിട്ട് പറ്റും. അതൊരു ഡാർക്കൺ ചെയ്ത് കൊടുത്തിരിക്കുന്നു. നടുക്ക് ഹസാർഡ് ലൈറ്റിന്റെ ബട്ടൺ, താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് കാണാം. അത് ആ ഒരു പഴയ ആ ഒരു ഡിസൈൻ എലമെന്റ് ആണ് അതിനകത്ത് വന്നിരുന്നത്. കാര്യം i20 വേറെ അപ്ഡേറ്റ് ഒന്നും തന്നെ ഇതിൽ കൊണ്ടുവന്നിട്ടില്ല. അതിനകത്ത് ഡിജിറ്റൽ ഡിസ്പ്ലേ കാര്യങ്ങൾ വരുന്നുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ഫിസിക്കൽ ബട്ടണുകൾ കൊടുത്തിരിക്കുന്നു. താഴേക്ക് വന്നാൽ നമുക്കിവിടെ ഒരു Type-C ചാർജിംഗ് പോർട്ട് കാണാം. ഒരു 12 വോട്ടിന്റെ ചാർജിംഗ് പോർട്ട് കാണാം. ഇവിടെ നമുക്ക് USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. വയർലെസ് ചാർജിംഗ് പാഡ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് ലൈറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. ഇതാണ് ഈ വാഹനത്തിന്റെ കീ. ലോക്ക് ആൻഡ് അൺലോക്ക്, ഹോൾഡ് ചെയ്ത് പിടിച്ച ബൂട്ട് ഓപ്പൺ ചെയ്യാൻ ഓപ്ഷനോടും എഞ്ചിൻ സ്റ്റാർട്ടിന്റെ ഓപ്ഷനോടും കൂടി ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ IVT ഗിയർ ലിവർ കാണാം. അത് ഒരു ലെതർ ഫിനിഷോട് കൂടി കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സെന്റർ ആംബസ്റ്റ് കാണാം. അതിനകത്ത് അത്യാവശ്യം ഡീപ്പായിട്ടുള്ള സ്റ്റോറേജ് സ്പേസും കാണാനായിട്ട് പറ്റും. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. അതിനകത്ത് i20 എന്ന് പറഞ്ഞ ഒരു ബാഡ്ജിങ് കാര്യങ്ങൾ അത് കൊടുത്തിരിക്കുന്നത് കാണാം. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ്. കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിറർ ആണ് വരുന്നത്. ഓട്ടോ ഡിമ്മിംഗ് ഉള്ള IR VMs ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്കൊരു ഡാഷ് ക്യാം ഈ വേരിയന്റിൽ അഡീഷണലി വരുന്നുണ്ട്. സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. അകത്തെ റീഡിംഗ് ലൈറ്റുകൾ ഹാലജൻ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ സിംഗിൾ ജെൻ സൺറൂഫ് കാണാം. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺ കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവർ സൈഡിൽ നമുക്ക് സൺവൈസസ് വിത്ത് ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് വരുന്നത്. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസന്റ് സൈസുള്ള ഗ്ലോ ബോക്സ് ആണ്. കൂൾഡ് ഫീച്ചറും ലൈറ്റും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു സെഗ്മെന്റിലെ തന്നെ ഫീച്ചർ റിച്ച് ആയിട്ടുള്ള കാറാണ് i20. ഇനിയിപ്പോൾ ഒരു അപ്ഡേറ്റ് ഒക്കെ വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ ഇയറിലൊന്നും ആ കമ്പനി ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. പക്ഷേ ഈ നൈറ്റ് എഡിഷൻ എന്താണെങ്കിലും നോർമൽ i20 ആയിട്ടും ഫാർ ബെറ്റർ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ബാക്ക് യാത്രക്കാരുടെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വൈഡായിട്ട് തുറക്കുന്ന ബാക്ക് ഡോറുകളാണ്. ബാക്കിലെ ഡോർ പാഡ് നമുക്ക് ഫുൾ ബ്ലാക്ക് ഫിനിഷിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവിടെ സോഫ്റ്റ് ടച്ച് ഒന്നുമില്ല, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. പവർ വിൻഡോന്റെ കൺട്രോൾ കാണാം. ഡോർ ഹാൻഡിൽസ് നമുക്ക് ആ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഇവിടെയും ബോസിന്റെ സ്പീക്കേഴ്സിന്റെ ഒരു ബാഡ്ജിങ് കാണാം. ബാക്കിലേക്ക് നമുക്ക് AC വെന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു 12 വോൾട്ട് USB ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഒരു ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാം. ബാക്കിൽ നമുക്ക് 2 പേർക്ക് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വരുന്നത്. സെന്റർ ആംബസ്റ്റ് കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല. നമ്മൾ അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞാൽ ഫ്രണ്ട് സീറ്റ് ഇപ്പം എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റിംഗ്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് ഈ റൂം കാണാം. അത്യാവശ്യം തൈ സപ്പോർട്ടുള്ള സീറ്റുകളാണ് ബാക്കിൽ വരുന്നത്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 9 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. സൺറൂഫ് ഉണ്ടെങ്കിൽ അതിന്റെ ഓപ്പണിംഗ് ഇവിടം വരെ വരുന്നുള്ളൂ. വളരെ വൈഡായിട്ടുള്ള ബാക്ക് സ്പേസ് ആണ്. 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ട് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ബാക്കിലേക്ക് നമുക്ക് റീഡിംഗ് ലൈറ്റുകൾ കൊടുത്തിരിക്കുന്നത് ഹാലജനായിട്ടാണ് വരുന്നത്. ബാക്കിൽ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡ് കാണാം. അതിനകത്ത് ഹുക്ക് കാര്യങ്ങളും വരുന്നുണ്ട്. പാഴ്സൽ ട്രെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനകത്ത് മിസ്സിംഗ് ആയിട്ട് തോന്നുന്ന കാര്യം ഇത്രയും വൈഡായിട്ടുള്ള സീറ്റുകളാണ്. 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. പക്ഷേ സെന്റർ പാസഞ്ചറിന് ഒരു ഹെഡ് റെസ്റ്റ് ഇതിനകത്ത്
എന്തുകൊണ്ടോ കമ്പനി ഉൾപ്പെടുത്തിയിട്ടില്ല. i20യുടെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഇപ്പോൾ ബേസ് വേരിയന്റ് തൊട്ട് 6 എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആണ്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ്, TPMS, സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ്, അങ്ങനെ സെഗ്മെന്റിലെ മറ്റു വാഹനങ്ങളിൽ കാണാവുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും i20യിലും ഹ്യുണ്ടായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എഞ്ചിനിലേക്ക് വന്നു കഴിഞ്ഞാൽ നോർമൽ i20യുടെ യാതൊരു മാറ്റവും നമ്മളുടെ നൈറ്റ് എഡിഷനിലും കൊണ്ടുവന്നിട്ടില്ല. സെയിം 1.2 ലിറ്റർ കാപ്പ സീരീസ് 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് വിത്ത് 5 സ്പീഡ് മാനുവൽ അല്ലെങ്കിൽ IVT ഗിയർ ബോക്സ് ആയിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. മൈലേജ് കമ്പനി 20ഒക്കെയാണ് ക്ലൈം ചെയ്യുന്നത്. റിയൽ ലൈഫിൽ ഒരു 14-നും 16-നും ഇടയ്ക്കൊക്കെ നമുക്ക് എന്താണെങ്കിലും എക്സ്പെക്ട് ചെയ്യാം. i20 നൈറ്റ് എഡിഷന്റെ ഓൺ റോഡ് പ്രൈസിലേക്ക് വന്നാൽ ഇപ്പോൾ ഈ ഫെബ്രുവരി മാസത്തിൽ 50,000 രൂപ വരെ ഓഫർ i20ക്ക് കൊടുക്കുന്നുണ്ട്. അത് ഈ നൈറ്റ് എഡിഷനും അവൈലബിൾ ആണ്. മൊത്തം ഓഫറാണ് 50,000 രൂപ വരെ. ക്യാഷ് ഡിസ്കൗണ്ട് സ്ട്രേറ്റ് 25,000, പിന്നെ 15,000 രൂപ എക്സ്ചേഞ്ച് ബോണസ്, 5,000 രൂപയുടെ കോർപ്പറേറ്റ് ഓഫർ, അങ്ങനെയാണ് മൊത്തം 50,000 രൂപ വരെ ഓഫർ വരുന്നത്. ഇപ്പോൾ ഈ വാഹനം നമുക്ക് 2 വേരിയന്റുകളിലാണ് കിട്ടുന്നത്. സ്പോർട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞ മാനുവൽ വേരിയന്റ്. ആ വാഹനം ഓഫറുകൾക്ക് ശേഷം നിങ്ങൾക്ക് 9,40 ഓൺ റോഡ് ഇറക്കാം. ഓട്ടോമാറ്റിക് നൈറ്റ് എഡിഷൻ വേണമെങ്കിൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ആസ്ത ഓപ്ഷണൽ IVT വേരിയന്റ്, അതായത് ടോപ്പ് എൻഡ് വേരിയന്റ് എടുക്കേണ്ടി വരും. ഈ വാഹനം നിങ്ങൾക്ക് ഓഫറുകൾക്ക് ശേഷം 12,10 ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. ഇനി നോർമൽ i20 ആയിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നോർമൽ i20യുടെ അത്യാവശ്യം ബുക്കിംഗ് ഉള്ള ഒരു വേരിയന്റ് സ്പോർട്ട് ഓപ്ഷണൽ വേരിയന്റ് തന്നെയാണ്. കാരണം അത്യാവശ്യമായിട്ട് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ആ വാഹനം നിങ്ങൾക്ക് ഓഫറുകൾക്ക് ശേഷം 9,30 ഓൺ റോഡ് വരുന്നുണ്ട്. ഇനി സ്പോർട്ട് ഓപ്ഷൻ IVTയിലേക്ക് നോക്കുകയാണെങ്കിൽ 10,45,000 രൂപ. ഇനി ഇതിനകത്തെല്ലാം സർപ്രൈസിംഗ് ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ഹ്യുണ്ടായിൽ, നമ്മുടെ പോപ്പുലർ ഹ്യുണ്ടായിൽ 2025 മാനുഫാക്ചർ ചെയ്ത 1-2 i20 സ്പോർട്ട് ഓപ്ഷണൽ വേരിയന്റുകൾ അവൈലബിൾ ആണ്. അതിന് മൊത്തം 1,00,000 രൂപ വരെ ഓഫർ കിട്ടുന്നുണ്ട്. ആ വാഹനം നിങ്ങൾക്ക് 9,75,000 രൂപയ്ക്ക് ഓട്ടോമാറ്റിക് i20 സ്പോർട്ട് ഓപ്ഷനിൽ ഇപ്പോൾ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അതിൻ്റെ ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. 2-3 വാഹനങ്ങളേ ഉള്ളൂ, ഏത് കളറാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ കറക്റ്റായിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ 2026 നൈറ്റ് എഡിഷൻ കാര്യങ്ങൾ വേണ്ടവർ ഈ വാഹനത്തിൻ്റെ ഈ പ്രൈസിലേക്ക് പോവുക. അതല്ല സ്പോർട്ട് ഓപ്ഷൻ വേരിയന്റ് അല്ലെങ്കിൽ i20യുടെ ഓട്ടോമാറ്റിക് മതി, ഫീച്ചർ റിച്ച് ആയിട്ടുള്ള ഒരു വാഹനം വേണം എങ്കിൽ നിങ്ങൾക്ക് 25 മതിയെങ്കിൽ അതിനകത്തേക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നുകയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റെഗുലർ വ്യൂസാണ് വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഹ്യുണ്ടായി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഇൻഫർമേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പോപ്പുലർ ഹ്യുണ്ടായുടെ നമ്പർ കൊടുക്കാം. 3000 നമ്പറാണ്, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഹ്യുണ്ടായി വാഹനങ്ങൾക്ക് ഇപ്പോൾ 90% ഓൺ റോഡ് ഫണ്ടിങ് അവൈലബിൾ ആണ്. 7 കൊല്ലത്തേക്കുള്ള EMI ഓപ്ഷൻസ് ലഭിക്കുന്നുണ്ട്. പെർ ലാക്കിന് 1,650 രൂപ വെച്ചിട്ട് അടവ് വരുന്നുള്ളൂ. അപ്പോൾ ഈ i20 ഒക്കെ നിങ്ങൾക്ക് 80,000 രൂപ ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഓൺ റോഡ് ഇറക്കാനായിട്ട് പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.